ന്യൂസ് പ്രസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് നടന്ന കൂട്ടക്കൊലപാതകം ഫെബ്രുവരി 24-ാം തീയതിയാണ് നടന്നത്. പക്ഷേ ഇപ്പോഴും യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മലയാളി തിരയുന്ന ഒരു സംഭവമാണ് ഈ അഫാൻ്റെ മൃഗീയ കൊലപാതകങ്ങൾ. 5 പേരെ അയാൾ ഒറ്റ ദിവസം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ ചുറ്റിക കൊണ്ട് അടിച്ച് മൃഗീയമായാണ് കൊലപ്പെടുത്തിയത്. സ്വന്തം ഉമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചു എങ്കിലും തലനാഴിഴയ്ക്ക് ആ സ്ത്രീ രക്ഷപ്പെട്ടു. അതിന് കാരണം തക്ക സമയത്ത് പോലീസ് അവിടെ എത്തിയത് കൊണ്ടാണ്. അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി താൻ ഇത്ര പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ ഉടനെ ആ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ പോലീസാണ് അഫാൻ്റെ ഉമ്മ ഷെമിക്ക് അല്പം ജീവനുണ്ടെന്ന് മനസ്സിലാക്കി അവരെ അപ്പോൾ തന്നെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. ഈ 23 വയസ്സുകാരന് ഇത്രയും മൃഗീയമായി തൻ്റെ പിതാവിൻ്റെ ഉമ്മയെയും പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും അതുപോലെ കാമുകിയെയും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തൻ്റെ കുഞ്ഞനുജനെയും കൊലപ്പെടുത്താനുള്ള മനസ്സ് വന്നതും ഉമ്മയെയും അതുപോലെ കൊലപ്പെടുത്താൻ തുനിഞ്ഞതും ഒക്കെ തന്നെ ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സംഭവമാണ്. അയാൾ ആ ദിവസം കാണിച്ചു കൂട്ടിയ വിക്രിയകൾ ഇനി എത്രയോ നാൾ വരെ കേരളീയ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ പെൺകുട്ടി ഫർസാനയുടെ തൊട്ടയൽവാസിയായ ഒരു പ്രമുഖ പൊതുപ്രവർത്തകനെ ഞങ്ങൾക്കിന്ന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഒന്നാമത്തെ വിവരങ്ങൾ ചേർത്തുകൊണ്ടുള്ള ആദ്യ എപ്പിസോഡ് ഇന്നലെ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ സംഭവം നടന്നതിന് ശേഷം ആ ഡെഡ് ബോഡിയെ തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ എത്തിയതും തുടർന്ന് ആ ഡെഡ് ബോഡിയൊക്കെ ഏറ്റുവാങ്ങുന്നതിന് മുമ്പിൽ നിന്നതും അവസാനം ആ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയെ ഖബറടക്കം നടത്തുന്നത് വരെയും ആ കുടുംബത്തിനോടൊപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഷിഹാബ് പുതൂർ എന്ന് പറയുന്ന വ്യക്തി. വെഞ്ഞാറമൂട് മുസ്ലിം ജമാഅത്ത് പരിപാലന കമ്മിറ്റി ഭാരവാഹിയാണ്. അതേപോലെ പുതൂർ ആരിഫ് ദീനി കൂട്ടായ്മയുടെ പ്രസിഡൻറ്റും കൂടിയാണ് ഇദ്ദേഹം. ഏറെ നാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഒരു വ്യക്തിയാണ് ഷിഹാബ് പുതൂർ. അദ്ദേഹം ഈ ഫർസാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് താമസിക്കുന്ന വ്യക്തിയും ആ കുടുംബത്തിനെ കൂടുതൽ അടുത്തറിയുന്ന വ്യക്തിയുമാണ്. അദ്ദേഹം ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും ഇതിലേക്ക് വന്നിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന വിവരങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. ഈ മോളും പിതാവും കുടുംബവും ഇവിടെ താമസമായിട്ടൊരു 7 വർഷമേ ആയുള്ളൂ. എൻ്റെ വീട്ടിൽ ചേർന്ന വീടാണ്, ഒറ്റ മതിലാണ് അടുത്ത വീട്. വന്ന കാലം മുതൽ നല്ല സഹകരണവും നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. കുടുംബമായി വളരെ പക്വതയായി ജീവിച്ചു പോകുന്ന കുടുംബമാണ്. പിതാവിന് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. അദ്ദേഹം കാലത്തെ പണിക്ക് പോകും, വൈകിട്ട് വരും. നമ്മളുമായിട്ടുള്ള പൊതുകാര്യങ്ങളിൽ അടുത്തൊരു തയ്ക്കാവുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഏത് ആവശ്യത്തിനും സഹകരിക്കുന്ന വ്യക്തിയാണ് ഈ സുനിൽ. കുട്ടികൾ കൊച്ചിലെ വരുന്ന കാലം മുതൽ പഠനത്തിൽ അവർ മിടിക്കുകയാണ്. പയ്യനും അതെ. അതാണ് കെമിസ്ട്രി PG സ്റ്റുഡൻ്റാണ് ഈ മോള്. മിക്ക സമയങ്ങളും നമ്മൾ കാണുമ്പോൾ അവർ പഠനത്തിലാണ്. പഠിക്കുന്ന കാര്യത്തിൽ വളരെ വളരെ മിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഉണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കൾ ഇപ്പോൾ അയച്ചു എങ്കിലും അവരുമായിട്ടൊക്കെ ഈ മോള് വല്ല കമ്പനിയും സഹകരണമാണ്. പരിസരവാസികളുമായിട്ട് എല്ലാവരും നല്ല ബന്ധത്തിലാണ് അവർ കുടുംബം പോകുന്നത്. മക്കളോടുള്ള സ്നേഹവും വാത്സല്യവും വളരെ കൂടുതലാണ് പിതാവിന്. പിതാവെന്ന നിലയിൽ ഒരു കർക്കശം ഉണ്ടാവും മക്കളെ കാര്യത്തിൽ. അദ്ദേഹം കാലത്ത് ജോലിക്ക് പോകും, വരും. വളരെ പഠിപ്പിക്കുന്ന പഠനമൊക്കെ മാതാവാണ് നോക്കുന്നത്. അങ്ങനെ പോയ ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചാലാണ് നമുക്കെല്ലാം ഭയങ്കര ഞെട്ടലും വിഷമവും. പിന്നെ ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ മോള് അടുത്ത വീട്ടിൽ 2 കൊച്ചുമക്കൾക്ക് ട്യൂഷൻ കൊടുക്കുമായിരുന്നു. അവർ വീട് മാറിയപ്പോൾ അടുത്താണ്. ആ ട്യൂഷന് മക്കൾക്ക് ട്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 3:30 മണിക്ക് ഈ മോള് പോകുന്നത്. ഇങ്ങനെ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് ആ മോള് മറിഞ്ഞു കാണൂല, വീട്ടുകാർ മറിഞ്ഞു കാണൂല.
ആ യാത്രയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല, പരിസരവാസികൾക്ക് ആർക്കും അറിയില്ല. പിന്നെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാവാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാഭാവികമായിട്ടും ആൺ സുഹൃത്ത് പെൺ സുഹൃത്തും ഉണ്ടാവാം. ആ ഒരു സുഹൃത്ത് വലയമാണ് നമ്മളെല്ലാം കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ അല്ലാതെ ഒരു അധികം മറ്റൊരു ബന്ധമുണ്ടെന്നോ ഈ പയ്യനുമായിട്ട് ഇത്രയും അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് സത്യത്തിൽ പരിസരവാസികൾക്ക് ആർക്കും അറിയില്ല. അതാണ് സത്യം. കാരണം പഠിക്കാൻ പോകുന്നു, വരുന്നു, എല്ലാ സമയങ്ങളിലും വീട്ടിലുണ്ട്. വേറൊരു മോശം അഭിപ്രായം ആർക്കുമില്ല, ആരെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരാൺ സുഹൃത്ത് എന്ന ഒരു ബന്ധമാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. എത്രത്തോളം കാഠിന്യമാണെന്നും ഇതിൻ്റെ അപകടം ഒളിഞ്ഞിരുന്നുവെന്നും നമ്മൾ ഇത് കഴിഞ്ഞാണ് അറിയുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അന്ന് ഈ അപകടം നടക്കുന്ന ദിവസം ഇവരുടെ മരണമെല്ലാം ബോഡിയൊക്കെ കണ്ടു, മോളിനെ കണ്ടിട്ട് ഇറങ്ങുമ്പോഴാണ് അത്യാഹിതത്തിൽ ഈ മാതാവ് കിടക്കുന്നുവെന്ന് അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ അത്യാഹിതത്തിൽ കയറി മാതാവിനെ കണ്ടു. അപ്പം ഡോക്ടേഴ്സും അവരുടെ നേഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അവരിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. മൊബൈലിൽ പകർത്തി മൊഴിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യം കൃത്യമായും ആ മാതാവ് ഉൾക്കൊള്ളുകയും അതിന് മറുപടി പറയുന്നത് വ്യക്തമല്ലാത്ത അവ്യക്തമായ രീതിയിലാണ് മറുപടി പറയുന്നത്. കാരണം ആ ഒരു സാഹചര്യത്തിൽ വലത്തെ സൈഡിലുള്ള മുറിവുകൾ ഞാൻ കണ്ടു. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്, ഞങ്ങൾ ബാക്കിലോട്ട് മാറുകയും ചെയ്തു. അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി ദൈവാധീനം കൊണ്ട് അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഡോക്ടേഴ്സിന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നു, അത് വ്യക്തമല്ലെന്നുള്ളതുള്ളൂ. പിന്നെ ഉള്ളത് ഇപ്പോഴത്തെ കേസന്വേഷണവുമായുള്ള ബന്ധമാണ്. അത് പുത്രവാത്സല്യം കൊണ്ടുള്ള ഒരു മറുപടിയാണെന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കട്ടിലിൽ നിന്ന് വീണു, അവനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളും മാതാവ് പറയുന്നത് ഒരു പുത്രവാത്സല്യമാണ്. മകനെന്ന നിലയിലുള്ള ഒരു മകന് കിട്ടേണ്ട ഒരു സംരക്ഷണം ആയിരിക്കാം അവർ ചിന്തിക്കുക. മാതൃവാത്സല്യം കൂടിയത് കൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ആയതെന്നുള്ളതാണ് വേറെ സത്യം. അതിപ്പം പയ്യന്റെ പിതാവ് വന്നപ്പം പറഞ്ഞു കടങ്ങളെക്കുറിച്ച് വ്യക്തമില്ല എന്നുള്ളത് പറയുകയും തുച്ഛമായ കടം ഉള്ളെന്ന് പറയുകയും ചെയ്യുമ്പോൾ മാതാവും ഈ പയ്യനുമായുള്ള തൂർത്തോ ചെലവോ വാങ്ങിച്ചോ ചെലവാക്കിയതോ അത് അവർക്ക് രണ്ടുപേർക്ക് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടായിരിക്കാം ഈ മാതാവ് ഇപ്പോഴും ഞാൻ കട്ടിലിൽ നിന്ന് വീണു എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൂടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ സംഭവം നടക്കുന്ന ദിവസം ഞങ്ങൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ആറ്റിങ്ങൽ ബഹുമാനപ്പെട്ട DSP അദ്ദേഹവും അവരുടെ ഉദ്യോഗസ്ഥരും വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. 10 മണിക്കെല്ലാം ഞങ്ങൾ വരുമ്പോഴും ഉണ്ട്. 11:30 മണി കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട DSP അതിൻ്റെ ഉദ്യോഗസ്ഥരും ഈ മരണ വീട്ടിൽ വരുന്നത്. ഈ മരണ വീട്ടിൽ നിന്ന് പോകുന്നത് 11:45-നാണ്. ആ ഉദ്യോഗസ്ഥൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, കാലത്ത് 7 മണിക്ക് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തണം, ബോഡി ഏറ്റുവാങ്ങി മോർച്ചയിൽ മെഡിക്കലിൽ കൊണ്ടുപോകാനുള്ള ഇതിനെത്തണം, ഉദ്യോഗസ്ഥരെത്തും. ഞങ്ങൾ 7:10 എത്തുമ്പോൾ ബഹുമാനപ്പെട്ട DSP വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും 7 മണിക്ക് മുമ്പ് തന്നെ ഗോകുലം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞങ്ങൾ അതിശയിപ്പിച്ചത്. പ്രധാന കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേസന്വേഷണത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ കേസന്വേഷണത്തിൽ ഒരു പഴുതുപോലും വിട്ടുപോകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി അന്വേഷണത്തിന്റെ ഊർജിതമായിട്ട് തന്നെ അവരിതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു സന്തോഷം അത് തന്നെയാണ്. കേസിന്റെ ഗൗരവപൂർണമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങളുടെ അഭിപ്രായമാണ്. മറ്റു പലർക്കും വേറെ അഭിപ്രായങ്ങളുണ്ടാവാം, എങ്കിലും ഞങ്ങൾ വിലയിരുത്തുന്ന അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വെഞ്ഞാറമൂട്ടുകാരെ പൊതുവെ ഞങ്ങളുടെ നാട്ടുകാർ മൊത്തം വളരെയേറെ വേദന ഉണ്ടാക്കിയ, ഞെട്ടലുണ്ടാക്കിയ 2 സംഭവമേ ഉള്ളൂ. ഒന്ന്, ഡോക്ടർ ഷഹാനയുടെ ആത്മഹത്യ. PG സ്റ്റുഡൻ്റ് ആയിരുന്നു, പഠിക്കാൻ നല്ല മിടുക്കിയാണ്. വളരെയേറെ പ്രതീക്ഷയോടുകൂടി ഡോക്ടറായി സേവനം അനുഷ്ഠിക്കണം, രാജ്യത്തിന് നാട്ടുകാർക്ക് സേവനം അനുഷ്ഠിക്കണം എന്ന രീതിയിൽ പഠിച്ചു വന്ന മോളാണ്. ആ മോൾ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം വിവാഹബന്ധവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ആത്മഹത്യ സംഭവിച്ചത്. അതിൻ്റെ ഞെട്ടലിൽ നിന്നും വേദനയിൽ നിന്നൊന്നും ആ കുടുംബമോ പരിസരവാസികളോ ആരും മുക്തരായിട്ടില്ല. അതിനിടയിലാണ് അതിൻ്റെ കൂട്ടത്തിൽ ആണ് ഈ സംഭവം നടക്കുന്നത്. 2 സംഭവിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട് പുതൂർ ഏരിയയിലാണ്. ആറ്റിങ്ങൽ റോഡ് മുക്കുന്നൂർ ഭാഗത്താണ് 2 കുടുംബവും.
ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഈ രണ്ട് ഏരിയയും 1/2 കിലോമീറ്റർ ഇല്ല ഡിസ്റ്റൻസ്. അത്ര അളവിലാണ് ഈ രണ്ട് മോളും നമുക്ക് പൊതുവെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിന്റെ വേദന വളരെയേറെയാണ്. ഞങ്ങൾ നാട്ടുകാർക്ക് സഹിക്കാൻ കഴിഞ്ഞാലും വീട്ടുകാർക്ക് ഇന്നും ആ ഡോക്ടർ ഷാനയുടെ വീട്ടുകാർ ഉൾക്കൊണ്ടിട്ടില്ല. വേദന കൊണ്ട് അവർ കാര്യം പറയുമ്പോൾ എപ്പോഴും കണ്ണു നിറയുന്ന സംഭവമാണ്. അതുപോലെയാണ് ഇതും. എങ്കിൽ പോലും ഞങ്ങൾ നാട്ടുകാർക്കും പൊതുപ്രവർത്തകരെന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയൊരു സംഭവം ഒരു കുടുംബത്തിലും ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ഈ ഡോക്ടർ ഷാനയുടെ മരണം എന്ന് പറയുന്നത് അവര് പൈസ ഇല്ലെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആ മോള് പഠിച്ചത്. അവിടെ തന്നെയാണ് PG ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങൾ കേട്ടറിവാണ് ഒരു പയ്യനുമായിട്ട് അടുപ്പമാവുകയും വിവാഹത്തിന്റെ വക്ക് വരെ എത്തുകയും ഇതുമായി ആലോചന നടക്കുകയും ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സ്ത്രീധനം, അമിതമായ സ്ത്രീധനം ചോദിക്കുകയും അത് കൊടുക്കാനില്ലാതെ വരുമ്പോൾ അതിലുണ്ടാകുന്ന പ്രയാസം. ചിലപ്പോ പയ്യന് ചിന്തിച്ചു കാണാം, സാമ്പത്തികം കുറഞ്ഞ ഒരു വീട്ടിൽ നിന്ന് വിവാഹം എടുക്കുന്നതിന് പകരം നല്ല സാമ്പത്തികം വാങ്ങി വിവാഹം കഴിക്കാം. അപ്പൊ അമിതമായി സ്ത്രീധനം മോഹിച്ചിരുന്നു. അത് കൊടുക്കാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അത് ഉൾക്കൊള്ളാനും ആ മോക്ക് കഴിഞ്ഞില്ല. അതിനെ തരണം ചെയ്തുകൊണ്ട് പഠിക്കണം, എനിക്ക് നല്ലൊരു സേവന രംഗത്ത് വരണം, ആതുര സേവനത്ത് നിൽക്കണം, ഇതിനെ വെല്ലുവിളിച്ച് നിൽക്കണമെന്ന് ആ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ആ മോക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ മോളും നമ്മളോ വിട്ടുപിരിഞ്ഞു പോയത്. ഈ രണ്ട് കാര്യമാണ്. ഒന്ന് സ്ത്രീധനം, 2 മയക്കുമരുന്ന്. അത് നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ മാത്രമല്ല രാജ്യം വ്യാപകമായി വളരെയേറെ പ്രത്യാഘാതം ഉണ്ടാക്കും. അതിനെ തടയിടണം. അതിന് പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും വ്യാപാരി വ്യവസായികളും എല്ലാ ഉന്നത പൊതുപ്രവർത്തകരും ഉന്നത ഉദ്യോഗസ്ഥരും മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിൽ നിന്നൊരു അറുതി വരുത്താൻ നമുക്ക് കഴിയൂ. ഈ ഡോക്ടർ ഷാന ആ മോളും ഈ കൂടെ പഠിച്ച PG സ്റ്റുഡന്റ് ഡോക്ടറുമായിട്ട് പ്രണയത്തിലായിരുന്നു. അത് വിവാഹത്തിന്റെ രീതിയിലേക്ക് എത്തിയതാണ്. സ്ത്രീധനമാണ് വിവാഹം മുടങ്ങാൻ പ്രധാന കാരണമെന്നാണ് ആ വീട്ടുകാർ പറയുന്നത്. അമിതമായ സ്ത്രീധനം ചോദിച്ചു, അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ മനോവിഷമം ആണ് ആ കുട്ടിയെ മരണത്തിലേക്ക് നയിച്ചത്. ഈ സ്ത്രീധനവും മയക്കുമരുന്നും ലഹരിമരുന്നും വളരെ അപകടമാണ്. നമ്മുടെ കൊച്ചുമക്കളെ കാർന്നു തിന്നുന്ന, അവരുടെ ജീവിതം നശിപ്പിക്കുന്ന പ്രധാനമായാണ് ലഹരി വസ്തുക്കൾ. 2 സ്ത്രീധനം.